പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ജപമാല രാജ്ഞി എന്ന നമ്മളുടെ ഈ ശാലോം ശുശ്രൂഷയുടെ 5-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല ചൊല്ലി ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജപമാല സഖ്യത്തിലുള്ളവരുണ്ട്. ശാലോം ടെലിവിഷനോട് ചേർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ മരിയം കൂട്ടായ്മകൾ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ദൈവത്തോട് കാണിക്കുന്ന എല്ലാ നിന്ദ അപമാനങ്ങൾക്കും, ദൈവ ശുശ്രൂഷകൾക്കെതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അനേക ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട്. അവരോടെല്ലാം ചേർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ ഇടത്തും പറയുന്നൊരു കാര്യമാണ്, കണ്ണുനീരോടും രക്തക്കണ്ണുനീരൊഴുക്കിയും അമ്മ വരുന്നത് അത് മക്കളോടുള്ള സ്നേഹം കൊണ്ടും ഈ ലോകം പാപത്തിൻ്റെ പിടിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്നത്തെ ഈ ശുശ്രൂഷയെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്ന് ഈ ദൈവകരുണയുടെ മാതാവിൻ്റെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതും അനുസ്മരിക്കേണ്ടതുമായ ഒരു പുണ്യവതി കൂടിയുണ്ട്. ഇന്ന് വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്ക, ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനായുടെ, മരിയ ഫൗസ്റ്റീനായുടെ തിരുനാൾ ദിവസമാണിന്ന്. ഇന്ന് ആ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവകരുണയുടെ വെളിപ്പെടുത്തലുള്ള ഒരുപാട് ഈ ലോകത്തിന് നൽകുവാൻ ദൈവം പ്രത്യേകം ഒരുക്കിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധ മരിയ ഫൗസ്റ്റീന കൊവാൽസ്ക എന്ന പുണ്യവതിയോടും ദൈവത്തിൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചറിഞ്ഞ് തിരുസഭയുടെ പാലകനായിരിക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിനോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീ ഒരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ മറക്കരുതേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ മറക്കരുതേ. ആവേ മരിയ, 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 ആവേ മരിയ. കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും
പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ. ആവേ മരിയ, 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 ആവേ മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യ സക്രാരികളിൽ വസിക്കുകയും ഞങ്ങളോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയായി ജീവിക്കുന്ന അപ്പമായി, ജീവൻ നൽകുന്ന രക്തമായി ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാം. വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് ഈ ദിവസം നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനയുടെ, സിസ്റ്റർ മരിയ ഫൗസ്റ്റീനയുടെ തിരുനാൾ ദിവസമാണ്. പരിശുദ്ധ അമ്മ ഒരുപാട് തവണ ദിവ്യകാരുണ്യനാഥൻ, ദൈവകരുണയുടെ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ദൈവകരുണയുടെ മാതാവും അവൾക്ക് ഒരുപാട് തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷയിൽ പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുക പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ആ എളിമ, തൻ്റെ ദാസിയുടെ താഴ്മയെ ദൈവം അനുഗ്രഹിച്ചു, കടാക്ഷിച്ചു എന്ന് ഉദ്ഘോഷിച്ച അമ്മ. അത് പറയാൻ കാരണം അമ്മയിലുണ്ടായിരുന്ന എളിമയാണ് സ്വർഗം ഏറ്റവും കൂടുതൽ വിലമതിച്ചത്. ദൈവകരുണയുടെ മാതാവ് ഒരു ദിവസം പരിശുദ്ധ ദൈവമാതാവ് ഡയറി 785 ഇങ്ങനെ കൊടുക്കുകയാണ്: ഉണ്ണീശോയെ കൂടാതെ പരിശുദ്ധ അമ്മ കാണപ്പെട്ട് ഫൗസ്റ്റീന എന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയ്ക്ക് എപ്പോഴും വിശ്രമിക്കുവാൻ സാധിക്കുന്ന വേണം നിശബ്ദതയിലും എളിമയിലും നീ അവനെ ജീവിക്കണം. നീ ഹൃദയത്തിൽ അവനെ ആരാധിക്കണം. നിൻ്റെ ആന്തരികതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു പോകരുത്. എൻ്റെ മകളെ, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുമ്പോഴും ആന്തരിക ജീവിതത്തിന് ഭംഗം വരാതിരിക്കാനുള്ള കൃപാവരം ഞാൻ നിനക്കായി നേടിത്തരാം. നീ നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവനോടൊന്നിച്ച് വസിക്കണം. അവനാണ് നിൻ്റെ ശക്തി. നിൻ്റെ ഉത്തരവാദിത്താൽ നിർബന്ധിക്കപ്പെടുമ്പോഴും അത്യാവശ്യ സമയത്തും മാത്രമേ നീ മറ്റുള്ളവരോട് ബന്ധപ്പെടാവൂ. വിശുദ്ധ ഫൗസ്റ്റീനയെ പരിശുദ്ധ അമ്മ ഒരുക്കുന്നത് എങ്ങനെയാണ്? ഹൃദയത്തിൽ അവനെ ആരാധിക്കാൻ. ഈശോയെ നിൻ്റെ രക്ഷകനും നാഥനുമായി റോമാലേഖനത്തിൽ നമ്മൾ കാണുന്ന പോലെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ആന്തരികമായ ഒരു നിശബ്ദതയിലും എളിമയിലും നീ ജീവിക്കണം. നിൻ്റെ ആന്തരികതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തു പോകരുത്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ വളർച്ച ഇപ്രകാരം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ആന്തരികമായ ഒരു ശാന്തത, നിശബ്ദത, എളിമ, ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴും അമ്മ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുമ്പോഴും അമ്മ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണീശോയെ കൂടാതെ അവൾക്ക് എന്താണ്? നീ ഹൃദയത്തെ, എന്ന് പറഞ്ഞാൽ നീ കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ, ഉണ്ണിയെ കൂടാതെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറയണം, നിനക്ക് അവനെ സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ നീ അവനെ ആരാധിക്കണം. അതിന് വേണ്ടതാണ് നിശബ്ദത, എളിമ. ഈ ആന്തരികതയിൽ നിന്ന് നീ ഒരിക്കലും പുറത്തേക്ക് പോകരുത്. നമുക്കൊരു ശക്തമായ പ്രാർത്ഥനയുണ്ടാകണം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൽ 9, 10, 11 വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ് നമ്മൾ ശ്രവിക്കുക. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും.
ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. എബ്രാഹിം എൻ്റെ ആദിജാതനും, ജനതകളെ കർത്താവിനെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യുവിൻ എന്ന് പറയുവിൻ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സംരക്ഷണം ദൈവം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. ദൈവം ചിതറിപ്പോയവരെല്ലാം ഒരുമിച്ച് കൂട്ടും. കണ്ണുനീരോടെ വരുന്നവരെ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും നീരൊഴുക്കുകളിലൂടെ. സങ്കീർത്തനം 23 മുതൽ എല്ലാം നമ്മൾ വായിക്കുന്നതിനാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമൃദ്ധമായ പുൽത്തകൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് നിന്നെ ആശ്വസിപ്പിക്കാനുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നീ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു ആന്തരികമായ ചൈതന്യത്തിലൂടെ കടന്നു പോകണം, നിശബ്ദതയിലും എളിമയിലുമൊക്കെ. ഇപ്പോൾ ഈ ഫൗസ്റ്റീനയെ ഒരു വിശുദ്ധയാകാൻ ഈ പരിശീലിപ്പിക്കുകയാണ് സ്വർഗവും പരിശുദ്ധ അമ്മയും ദിവികാരുടെ നാഥനുമൊക്കെ. അമ്മ പറയാണ്, നീ നിശബ്ദതയിലും എളിമയിലും ജീവിക്കണം. നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെയാണ്. ഈ 31 ദിവസങ്ങളുടെ ഈ ശുശ്രൂഷ നമുക്കൊരു ആത്മീയ വളർച്ചയുടെ ഭാഗമായി തീരണം. പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് നമ്മൾ ഉയരണം. കാരണം നമ്മുടെ ആ പ്രാർത്ഥനാ ജീവിതം, ജപമാല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം ആവർത്തിച്ച് നീ ജപമാല ചൊല്ലുമ്പോൾ എന്താണ്? നിൻ്റെ പ്രാർത്ഥനയുടെ ബലം വർദ്ധിക്കും, ആത്മീയ ശക്തി. സ്വരമുയർത്തി നമുക്ക് പറയാം, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ്? പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ജപമാല മുറിഞ്ഞുപോയി, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇടവക ധ്യാനങ്ങളിലും മറ്റു പല ശുശ്രൂഷകളിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പങ്കുവയ്ക്കുന്നൊരു കാര്യമാണ്, അച്ഛാ ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞങ്ങൾ ഒരുപാട് ജപമാല ചൊല്ലുമായിരുന്നു. ഞങ്ങൾ കുടുംബസമേതം രാവിലെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകും, പ്രഭാതത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റുള്ള ജപമാല, പ്രഭാതത്തിൽ അതിനുശേഷമുള്ള പരിശുദ്ധ കുർബാന. പല സമയങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്തൊക്കെ എവിടെയായിരുന്നാലും അവിടെ ഇരുന്ന് ഞങ്ങൾ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. വിശുദ്ധിയിലൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥന പുറകോട്ട് പോകുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നൊരു കാര്യമുണ്ട്. അത് 146-ാമത്തെ ഖണ്ഡികയിലാണ് അത് കാണുന്നത്. പാരഗ്രാഫിൽ നമ്മൾ കാണുന്നു, പ്രാർത്ഥന എല്ലാ തരത്തിലുമുള്ള പോരാട്ടത്തിനു വേണ്ടി ആത്മാവിനെ ഒരുക്കുകയാണ്. ആത്മാവ് ഏത് അവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. ദൈവകരുണയുടെ കർത്താവും പരിശുദ്ധ ദൈവകരുണയുടെ മാതാവും എല്ലാം വിശുദ്ധ ഫൗസ്റ്റീനോട് പറയാണ്, ഏതൊരവസ്ഥയിലുള്ള ആത്മാവാണെങ്കിലും പ്രാർത്ഥന ആവശ്യമാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ 31 ദിവസം ഇത് ഒരു വചന ശുശ്രൂഷകളും മാത്രമല്ല, ഇതൊരു പ്രാർത്ഥനയിലേക്ക് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും വലിയ അപകടമായിരിക്കുന്നത് ബാക്കിയെല്ലാം ഉണ്ട്. ഭൗതികമായ പല കാര്യങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമുക്കിന്ന് നോക്കിയാൽ ആളുകൾക്ക് ഈ സാങ്കേതിക മാധ്യമങ്ങൾ, ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നറിയാം. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. നമ്മുടെ ജോലികൾ വീടുകളിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്ത്, ഒരു കടയിൽ പോലും ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് ഇന്ന് വളരെ എളുപ്പമായി മാറിയിരിക്കുക. പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ എത്ര വലിയ വസ്തുക്കളാണെങ്കിലും അത് വീടുകളിൽ എത്തിച്ചേരുന്ന രീതിയിലൊക്കെ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഏത് കാര്യങ്ങൾ അറിയാൻ ഒരു എൻസൈക്ലോപീഡിയ ഒന്നും കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അത് ഇന്നത്തെ ഈ മാധ്യമങ്ങളിലൂടെ, മൊബൈലിലൂടെയും നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ ആധുനിക നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇത് അറിയാൻ പറ്റും. പക്ഷേ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആത്മീയ ജീവിതത്തിൽ ഈ ആത്മാവ് ഇങ്ങനെ ചുരുങ്ങിപ്പോയ, ശുഷ്കമായി പോയൊരവസ്ഥ, ഭയങ്കര ദയനീയം. എന്നിട്ട് അതിനൊരു ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മ എപ്പോഴും പറഞ്ഞെന്താ? എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. ഇത് പറയാൻ ഇന്ന് പലർക്കും പറ്റുന്നില്ല. രോഗാവസ്ഥകളിലൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളിന്ന് വിശുദ്ധ ഫൗസ്റ്റീന നിരന്തര രോഗാവസ്ഥയിലൂടെ ജീവിച്ച, 33 വയസ്സ് മാത്രം ജീവിച്ച പുണ്യവതി ഒരുപാട് രോഗാവസ്ഥകളിലാണ്. നമ്മളിന്ന് ഈ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഈ ദൈവ കരുണയുടെ അപ്പസ്തോലയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മളിന്ന് എല്ലാ രോഗികളെയും ഈശോനാഥൻ്റെ പക്കൽ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
കിടപ്പ് രോഗികൾ, ഇരിപ്പ് രോഗികൾ, ആശുപത്രികളിൽ നാളുകളായിട്ട് ആശുപത്രിയിൽ കഴിയുന്നവർ, ഇനി ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന രീതിയിൽ മാരകമായ രോഗത്തിന് അടിമയായിരിക്കുന്നവർ. ബൈബിളിൽ കാണുന്ന പോലെ 35 വർഷത്തിലധികമായി ഞാൻ ഈ കൊളക്കരയിൽ താമസിക്കുന്നു. വെള്ളമിളകുമ്പോൾ ഞാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് ഇറക്കിയിരുന്നെങ്കിൽ, എനിക്കൊന്ന് സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ. സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളെ നയിക്കാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കുക. ഏതൊരവസ്ഥയിലുള്ള ഒരാത്മാവും പ്രാർത്ഥിക്കണമെന്ന് ദൈവകരുണയുടെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുക. അതിൽ കർത്താവ് അവൾക്ക് വെളിപ്പെട്ടുകൊണ്ട്, അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അതായത് വിശുദ്ധിയും നൈർമല്യവുമുള്ള ഒരാത്മാവ് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം പറയാണ്, വിശുദ്ധിയും നൈർമല്യവുമുള്ള ഒരാത്മാവ് പ്രാർത്ഥിക്കണം. കാരണം അത് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതിന് തൊട്ട് പുറകെ പറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. വിശുദ്ധിയും നൈർമല്യവുമുള്ള ഒരു ആത്മാവ് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്, എനിക്കെല്ലാം കുഴപ്പമില്ല, എല്ലാം എൻ്റെ ഓർഡറായിട്ടാണ് പോകുന്നത്, ഞാൻ നന്നായിട്ട് പോകുന്നുണ്ട്, ഒരു ചെയ്യുന്നില്ല. പക്ഷേ ഈ ആത്മാവ് പ്രാർത്ഥനയിലായിരിക്കണം. അതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നീ നിരന്തരം പ്രാർത്ഥിക്കണം മക്കളെ. കാരണം എപ്പോഴാണ് തിന്മ കടന്നു വരുന്നത് അറിയത്തില്ല. വിശുദ്ധ മോൺഫോർട്ടിൻ്റെ മരിയ ഭക്തിക്ക് അത് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇങ്ങനെ ഈ അലർന്ന സിംഹത്തെ പോലെ പറഞ്ഞ പോലെ ഒരു ആത്മാവിന് ചുറ്റുന്ന ഒരു അവസരം നോക്കി നടക്കുകയാ പിശാച്. കെണിയൊരുക്കുന്ന പിശാച് ഒരു അവസരം നോക്കിയിരിക്കുക. പല തവണ അവൻ പ്രവേശിക്കുന്നു, പല കാര്യങ്ങളിലൂടെ, പല സന്ദർഭങ്ങൾ നോക്കി നടക്കുക. നമ്മളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്ന, ഒരുപാട് വിളങ്ങി നിന്നിരുന്ന, പ്രഭാത നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിന്നിരുന്ന ആളുകൾ പലരും വീണുപോയിട്ടുണ്ട്. കാരണം എന്താണ്? അവരുടെ പ്രാർത്ഥന നഷ്ടപ്പെടും. അതാണ് വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവരുടെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ അതിന് അത് പ്രാപിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വ്യക്തമാക്കി തരാം. അതായത് വിശുദ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്നൊരു ആത്മാവ്. ഈ അടുത്ത നാളുകളിൽ ചിലപ്പോൾ ഒന്ന് ഓർക്കുകയാണ്, ധ്യാനമൊക്കെ ഒന്ന് കൂടി, പാപാവസ്ഥകളൊക്കെ തിരിച്ചറിഞ്ഞു, 8 നോമ്പൊക്കെ ആചരിച്ചു, നോമ്പെടുത്തു, പ്രാർത്ഥിച്ചു. ഈ ഒക്ടോബർ മാസത്തിന് വേണ്ടി നന്നായിട്ടൊന്ന് ഒരുങ്ങി, ജപമാലയൊക്കെ ചൊല്ലണം, വീട്ടിലെ മുടങ്ങിപ്പോയ ജപമാലയൊക്കെ ഒന്ന് തുടരണം, അത് നന്നായിട്ട് പോകണം എന്നൊക്കെ തീരുമാനമെടുത്ത് 1-ാം തീയതി മുതൽ ചെറിയ പരിത്യാഗവും പ്രാർത്ഥനകളൊക്കെ തുടങ്ങിയിരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഈ ഷാലോം TV-യുടെ ഈ ശുശ്രൂഷയോട് ചേർന്ന് എനിക്ക് 31 ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് എന്ത് ചെയ്തു? അതിനോട് പറയാണ്, അതും പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിലോ പ്രാപിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിക്കാൻ സാധിക്കാതെ വരും. ഇപ്പം ഏതൊരു അവസ്ഥയിലുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ വിശുദ്ധിയും നൈർമല്യമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം. വിശുദ്ധിക്ക് പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവ് അതൊന്ന് കേടിയെടുക്കണം, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാവ് അതിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അല്ലെ അതുമായിട്ട് വേണ്ട ഒരുക്കങ്ങൾ, വീട്ടിലുള്ള ബാഹ്യമായ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. പ്രാർത്ഥിച്ചു തുടങ്ങണം, ജപമാല ചൊല്ലിത്തുടങ്ങണം, പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം, വചനം വായിക്കണം, സുഹൃത ജപങ്ങൾ അഭ്യസിക്കണം, കരുണയുടെ ജപമാലകൾ ചൊല്ലണം, പുരുഷൻ്റെ വഴി പ്രാർത്ഥനകൾ നടത്തണം. അങ്ങനെ പല പ്രാർത്ഥനകൾ നടത്തി ദിവ്യകാന സന്നിധിയിലിരിക്കണം. എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറയുകയാണ്, സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം. ദൈവകരുണയുടെ ഡയറി പറയുന്നതാണ്. കർത്താവ് പറയാണ്, സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണു പോകും. എന്താണ്? പാറമേൽ വീണ വിത്ത് പോലെയാണ്. ഒന്ന് മുളച്ചു പൊന്തും, ഇനി അത് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, അത് വീണ് പോകാതിരിക്കണമെങ്കിൽ അതെന്ത് ചെയ്യണം? സമീപകാലത്ത് മാനസാന്തരപ്പെട്ടത്. ഈ അടുത്ത നാളിൽ തീരുമാനം എടുത്തവർ, നേരത്തെ ഉണ്ടായിരുന്നവരല്ലേ, അടുത്ത കാലിലാണ് അവർ കർത്താവിനെക്കുറിച്ച് അറിഞ്ഞത്, അല്ലെങ്കിൽ ഈ ജപമാല സഖ്യത്തിൽ ചേർന്നത്, ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞത്. അവരെന്ത് ചെയ്യണം? അവരും പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിൽ എന്താണ്? പെട്ടെന്ന് വീണ്ടും വീണ്ടു പോകാം. ഇനി നാലാമത്തെ ഒരു അവസ്ഥയുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം. അത് പാപത്തെ അതിജീവിക്കാം എന്ന് പറഞ്ഞാൽ, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് അതിനൊട്ടും പറ്റുന്നില്ല. ഈ ഫസ്റ്റ് ഡയറയ്ക്ക് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, മാരക പാപാവസ്ഥയിൽ നിൽക്കുന്ന ആളും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, ഇല്ലെങ്കിലോ അതിന് രക്ഷപ്പെടാൻ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ മാരക പാപത്തിൽ നിൽക്കുന്നവർ, ചാവുദോഷത്തിൽപ്പെട്ടവരും അവരും വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താണ്? ഈ ആത്മാവ് വലിയ അഴുകിയ അവസ്ഥയിലേക്ക് പോയി നശിച്ചു പോകും. അതുകൊണ്ട് കാരണം ഒരാത്മാവിനും പ്രാർത്ഥനയിൽ നിന്ന് ഒഴികഴിവില്ല. ചെറിയ കൃപ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥനയിലൂടെയാണ് കടന്നു വരിക.
ചെറിയ കൃപകൾ പോലും നേടിയെടുക്കണമെങ്കിൽ അത് പ്രാർത്ഥന കൂടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ വലിയ മാധ്യസ്ഥം തേടുന്നവർ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർ, കർത്താവ് പറയുന്ന ഈ 4 കാര്യങ്ങളുണ്ടല്ലോ, ദൈവകരുണ ഡയറിയിൽ പരിശുദ്ധ അമ്മയും കരുണയുടെ കർത്താവും പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധി നൈർമല്യമുള്ളവർ, വിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ അടുത്ത കാലത്ത് മാനസാന്തരപ്പെട്ടവർ, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാക്കൾ പ്രാർത്ഥിക്കണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആരാധനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെയൊക്കെ സന്യാസ ഭവനങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ ശുശ്രൂഷ മേഖലകളിലേക്ക്, ഈ ലോകത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവെ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ഓർക്കാം, ഇന്ന് ഒരു കരുണയുടെ ഒരു ജപമാല അല്ലെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും ഒരു സൽക്രിയ പോലെ കിടപ്പ് രോഗികളെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ ഒരുപക്ഷെ അവരുടെ വീടുകളിലുള്ള വലിയ നരകയാതനകൾ, നമ്മളുടെ ചുറ്റുപാടുള്ള അയൽപ്പക്കത്തുള്ള ഒരു സൽക്രിയ കൂടി തന്നെയാണിത്, ഒന്ന് സന്ദർശിക്കാം. അവരോടൊപ്പം ഇരുന്നൊരു കരുണയുടെ ഒരു ജപമാല ചൊല്ലാം, അല്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും ചൊല്ലി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ, പ്രത്യേകിച്ചും ആ കിടക്കുന്ന കിടപ്പ് രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സൽക്രിയയായിട്ട് രോഗികളെ സന്ദർശിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി സന്ദർശിക്കാൻ സാധിക്കാത്തവർ, രോഗാവസ്ഥയിൽ കിടക്കുന്നവരെ, ആശുപത്രിയിൽ കിടക്കുന്നവരെ, അപ്രകാരം രോഗികളായി ഒരുപാട് സ്ഥലങ്ങളിൽ വേദനിക്കുന്ന ആളുകളെ ഈശോയുടെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ സുഹൃത ജപം എല്ലാ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളുടെ ആശ്രയമേ, രോഗികളുടെ ആലംബമേ, എല്ലാ രോഗികൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അശരണർക്കാലംബമേ അമ്മേ, രോഗികൾക്കാശ്വാസമേ, അശരണർക്കാലംബമേ അമ്മേ, രോഗികൾക്കാശ്വാസമേ. ആവേ മരിയ, ആവേ മരിയ. ആരാധന ആരാധന ആയിരം ആരാധന. ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ആരാധന. എല്ലാ മക്കളും ഒന്ന് ചേർന്ന് ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്ന നിമിഷം, പ്രാർത്ഥനയുടെ ദിവസമാണെന്ന്, ആരാധനയുടെ നിമിഷമാണിത്. എല്ലാവരും ആരാധിക്കട്ടെ, സന്തോഷത്തോടെ ആരാധിക്കട്ടെ. കണ്ണുനീരോടും വിലാപത്തോടും ആയിരിക്കുന്നവരും, വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവര്, ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവര്, കിടപ്പ് രോഗികള്, ഇരിപ്പ് രോഗികള്, ആശുപത്രിയിൽ രോഗികളായി കഴിയുന്നവര്, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആത്മാവിലാരാധന. ഹല്ലേലൂയ
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹല്ലേലൂയ. കുടുംബങ്ങളില് പ്രാർത്ഥന മുടങ്ങിപ്പോയവര്, രോഗികളായി കഴിയുന്നവര്, ഒരുപാട് കഷ്ടതയും അലച്ചിലൂടെയും കടന്നു പോകുന്നവര്, കർത്താവിന്റെ വലിയ കൃപയൊഴുകട്ടെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ. ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കാത്തവര്, കുടുംബങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കുന്നവര്, അവരെയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് നൊമ്പരങ്ങൾ അനുഭവപ്പെടുന്നവരെ, പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരെയും എല്ലാം ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, സൗഖ്യമേ ആരാധന, വിടുതലേ ആരാധന, സൗഖ്യമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ സമയം ശാന്തമായിട്ടിരിക്കാം. കർത്താവിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നൽകുന്നത്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചെൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമ്മളിങ്ങനെ കാണുന്നത്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ധ്യാനിച്ച് ചിന്തിച്ച് എൻ്റെ മനസ്സ് തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു, കർത്താവിൻ്റെ സ്നേഹം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ദൈവ കരുണ ലോകത്തിലേക്ക് ചൊരിയുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പുണ്യവതിയുടെ തിരുനാൾ ദിവസമാണ് നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. പരിശുദ്ധ ദൈവമാതാവ് അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. പ്രാർത്ഥിക്കുക, ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധിയിലായിരിക്കുന്ന ആത്മാവ് അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, വിശുദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് വിശുദ്ധിയിലേക്ക് വരാൻ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവർ വീണ്ടും വീണു പോകാം. പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഒരു വിശുദ്ധിയിലേക്ക് വരാൻ പറ്റാത്ത പാപത്തിൽ പടുകുഴിയിൽ കിടക്കുന്നവരും പ്രാർത്ഥിച്ചു തുടങ്ങുക, അത് രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഈ വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ ദൈവമായ കർത്താവ് പറയുകയാണ്, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാം.
കർത്താവിങ്കിലേക്ക് തിരിയാം. നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. പ്രാർത്ഥനയാകുന്ന ഒരു ആയുധം കയ്യിലെടുത്ത് ദിവികാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ചേർത്ത് വയ്ക്കാം. കർത്താവിങ്കിലേക്ക് തിരിയാൻ നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം എന്നാണ് ഈ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയവും എല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഈ അങ്ങനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ അഴിയും. ഒരുപക്ഷെ ആരും സ്നേഹിക്കാനില്ലാത്തവർ, നമുക്കറിയാം ഒരുപാട് മാതാപിതാക്കൾ മക്കളിൽ നിന്നൊക്കെ ദൂരെ മാറി, മക്കളൊക്കെ ജോലിക്കും പഠനത്തിനുമൊക്കെ ആയി പോയിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, അതൊരു പക്ഷേ ജീവിത പങ്കാളിയൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. ആരോടും ഒന്നും മിണ്ടാൻ കഴിയാതെ, ആരോടും ഒന്നും സംസാരിക്കാനില്ലാതിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ തിരിഞ്ഞു നോക്കാൻ പോലും മക്കൾ വ്യഗ്രതപ്പെടാതെ, അവരെ ഒന്നും അവിടെ ജീവിക്കുന്നുണ്ടെന്ന് പോലും പരിഗണിക്കാതെ ജീവിക്കുന്ന ആളുകൾ, ഒരു പരിഗണന ലഭിക്കാതെ കിട്ടുന്നവർ, കിടപ്പ് രോഗികൾ, ഒരുപക്ഷെ ദേവാലയത്തിൽ പോകാൻ നിഷേധിക്കുന്ന ജീവിത പങ്കാളിയുള്ള കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കളെ ദേവാലയങ്ങളിലേക്കും മറ്റാത്മീയ ശുശ്രൂഷകളിലേക്കൊന്നും കൊണ്ടുവന്നാക്കാതെ വീടിൻ്റെ മുറികളിൽ കഴിയുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരോടെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇങ്ങനെ. നമ്മുടെ ഹൃദയവും കരങ്ങളും കർത്താവിങ്കിലേക്ക് ഉയർത്താം. നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിച്ച് നമുക്ക് കർത്താവിങ്കിലേക്ക് തിരിയാം. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ദൈവ കരുണ ആ സമയം നിങ്ങളിലേക്ക് ഒഴുകും. ഈ ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സമയത്ത് സാധിക്കുന്നവരെല്ലാം അപ്രകാരം സ്തുതിക്കാം. അല്ലാത്തവർ ഹൃദയം കർത്താവിങ്കിലേക്ക് ഉയർത്തട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റാത്തവര്, തളർവാദ രോഗാവസ്ഥയിൽ കിടക്കുന്നവര്, മനസ്സ് തകർന്നു പോയവര്, ഈശോയെ എന്നുള്ളൊരു ഒറ്റ വിളി അധരങ്ങളിൽ ഉയരട്ടെ. ഈ സമയത്ത് വലിയൊരു ആരാധന ഉയരട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും എല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി വിളിക്കുന്നു, ഈശോയേന്ന് വിളിച്ചു പ്രാർത്ഥിക്കുകയാ. ഈ സമയം ദിവ്യകാരുണ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി ഒഴുകട്ടെ. എല്ലാ തളർന്ന മനസ്സുകള്, കർത്താവേ, വലിയ കഷ്ടതകള്, അലച്ചിലുകള് മൂലം മടുത്തുപോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഇതാ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരുപാട് ഹൃദയങ്ങളെ ഈ സമയത്ത് ആശ്വസിപ്പിക്കുന്നു. കർത്താവേ, സമയത്ത് വലിയ സൗഖ്യം കൊടുക്കണേ കർത്താവേ, മനസ്സിന് ധൈര്യം നൽകണേ കർത്താവേ, കൃപയൊഴുകട്ടെ ഈശോയെ, പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപ കൊടുക്കണേ കർത്താവേ. സ്നേഹിതനായി നീ ഈശോയെ ഏകനാകുമ്പോ ആരും കാണാതെ ഞാൻ കരയുമ്പോൾ, ആരോടും പറയാതെ ഞാനൊരുകുമ്പോൾ, ആരും കാണാതെ ഞാൻ കരയുമ്പോൾ പ്രാർത്ഥിക്കാം. ആരോടും എല്ലാ വേദനിക്കുന്ന ഹൃദയങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവമേ, ആശ്രയം നീ മാത്രമേ. ഈശോയിലേക്ക് നോക്കി പാടി പ്രാർത്ഥിക്കാം. യേശുവേ, ആശ്രയം നീ മാത്രമേ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ, ആശ്രയം നീ മാത്രമേ.
മാത്രമേ. എന്തിനാണെൻ ജന്മമെന്ന് ചോദ്യമെൻ്റെ തോഴനായി കണ്ണുനീർമഴ തോർന്നിടാതെ പെയ്തിറങ്ങി മിഴികളിൽ. ആരുമില്ലെന്നോർത്തു ഞാൻ എന്തു വേണം ദൈവമേ, നീ എന്നെ കാണണമേ, കണ്ണീരുമാക്കണമേ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാം. നീ എന്നെ കാണണമേ. പ്രാർത്ഥിക്കാം ഈ സമയത്ത്. വലിയ ഭാരമുള്ളവര് ദിവികാരുടെ സന്നിധിയിലേക്ക് അവരുടെ ജീവിതങ്ങളെ, അലച്ചിലുകൾ, കഷ്ടതകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിച്ചിടാം. നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ കാണണമേ. സമയത്ത് കൃപയൊഴുകട്ടെ. വലിയ സൗഖ്യം കൊടുക്കണം, മനസ്സിന് ധൈര്യം നൽകണം ഈശോയെ. നീയല്ലാതാരുമില്ല എന്നെ സ്നേഹിച്ചിടാം. കരങ്ങൾക്ക് ഊപ്പി ഈശോയുടെ സന്നിധിയിൽ വലിയ ആശ്വാസം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ, കർത്താവിലേക്ക് തിരിയാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ ഒന്നേ നമുക്ക് കൊടുക്കാനുള്ളൂ, നമ്മുടെ ഹൃദയവും കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ. ആരാധനയിലേക്കുള്ള, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു വലിയ പാലമാണ് നമ്മൾ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിലിടുന്നുള്ള സ്വയം സമർപ്പിക്കുക എന്നുള്ളത്. പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ ജീവനുള്ള ഒരു പാലമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് സ്വയം നൽകിക്കൊണ്ട് അവനെ ആരാധിക്കാൻ ഒരു ഭക്തൻ, ഒരു ഭക്ത തീരുമാനിക്കുമ്പോൾ. എന്താണ്? എന്നെ അറിയുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ദൈവം. അത് ഞാൻ ഈശോയെ ആരാധിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കാത്തവര്, ഒരുപക്ഷെ അപ്രകാരമുള്ള പല സാധ്യതകൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ അത് പാലിക്കാൻ പറ്റാതെ, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പറ്റാത്തവര് ഒരുപാട്, ആയിരക്കണക്കിന് ആളുകൾ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും നല്ല സാഹചര്യങ്ങൾ കിട്ടാത്തവര് ഇരിക്കുമ്പോൾ, ഭവനങ്ങളിലും പല രോഗികളെ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിൽ, അനാഥ മന്ദിരങ്ങളിൽ, വൃദ്ധമന്ദിരങ്ങളിൽ ജീവിക്കുന്നവരെല്ലാം, പ്രായം ചെന്ന മാതാപിതാക്കൾ, തിരസ്കരിക്കപ്പെട്ടവർ, ഉറ്റവരും ഉടയവരുമൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവരിക്കുന്നവർ, അവരോടെല്ലാം ദിവ്യകാരുണ്യനാഥൻ പറയുക, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവനുള്ള പാലമാണ് ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നിങ്ങൾ സ്വയം സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. കർത്താവിലേക്ക് പോകുവാൻ, പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഈ ആരാധന നമ്മെ സഹായിക്കും. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധന ചാപ്പലുകളിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ, കുടുംബങ്ങളിൽ നിന്ന് രാവിലെ പ്രഭാതത്തിലുള്ള പരിശുദ്ധ കുർബാനയിലേക്ക് പോകാൻ സാധിക്കുന്നവർ, ഇനി അതും സാധിക്കാത്തവർ ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ആരാധനാ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിലേക്ക് പോകുവാനുള്ള ഒരു എളുപ്പ വഴി, ഒരു പാലം ഈ ദിവ്യകാരുണ്യനാഥൻ ഒരുക്കുന്നു. ഈശോയിലേക്ക് കൊടുക്കാം നമുക്ക് നമ്മുടെ കഷ്ടതകളും അലച്ചിലുകളും നൊമ്പരങ്ങളും എല്ലാം. ആശ്വാസം കർത്താവിൽ നിന്ന് കടന്നു വരട്ടെ, ആനന്ദം ദൈവത്തിൽ നിന്നൊഴുകട്ടെ. പ്രാർത്ഥിക്കുവാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ. വിശുദ്ധർക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നവരും വിശുദ്ധിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും പാപാവസ്ഥയിൽ കഴിയുന്നവർക്കും എല്ലാം പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവിന് വലിയ കൃപ തരട്ടെ.
കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ, നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സമയങ്ങളിൽ കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോൾ, എൻ മനം നീറുമ്പോൾ, എൻ്റെ ചാരത്തു ചേരുന്നു സാന്ത്വനമായി. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. സ്നേഹനാഥനല്ലേ ഈശോ. ആരാധന ആരാധന ജീവിക്കും ദൈവമേ ആരാധന 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 ജീവിക്കും ദൈവമേ ആരാധന പാലിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യനാഥ, എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീര് അവിരാമം പ്രവഹിക്കുന്നവര്, ഒരുപാട് നൊമ്പരങ്ങളിൽ ജീവിക്കുന്നവര്, ഒറ്റപ്പെട്ട് കഴിയുന്നവര്, അവരെല്ലാം വിശുദ്ധ ഫൗസ്റ്റീനായുടെ മാധ്യസ്ഥത്താൽ ദൈവത്തിൻ്റെ കരുണ അവരുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവര്, കുർബാന സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. പരിശുദ്ധ കുർബാന നിഷേധിച്ചവര്, പ്രാർത്ഥിക്കാനായിട്ട് ഒട്ടും മനസ്സിന് കൃപ നഷ്ടപ്പെട്ടു പോയ അനേകം ആത്മാക്കള്, അവർക്കെല്ലാം വേണ്ടി ഈശോയെ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ കരുണ ഒഴുകട്ടെ, പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ഒഴുകട്ടെ എന്ന് ഞങ്ങൾ ഈ സമയം അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതുവരെ അത് നിലയ്ക്കുകയില്ല. എൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നത് വരെ അത് നിലയ്ക്കുകയില്ല. നമുക്കങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, കണ്ണുനീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രാർത്ഥനയ്ക്കൊരു മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഈ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ വലിയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, എളിമയോടെ പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും നമ്മളെ തന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. പാപങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് അനുദപിക്കുക. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ നമ്മളെ തന്നെ കണ്ണുനീരോടും വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരാൻ, കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി തീരാൻ പ്രാർത്ഥിച്ച് ശക്തരാകുക. ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ അമ്മ നൽകിയ ജപമാല പ്രാർത്ഥനകളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒരുപാട് സ്നേഹിക്കാം, അവിടുത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇപ്രകാരമുള്ള എല്ലാ നിയോഗങ്ങളും കാഴ്ചവെച്ച് വേദനിക്കുന്നവരും ഒറ്റപ്പെടുന്നവരും കൈപ്പേറിയ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ
അലച്ചിലുകൾ, അസ്വസ്ഥതകളായി ജീവിക്കുന്ന രോഗികൾ, നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കിടപ്പ് രോഗികളും ആശുപത്രികളിലും ഭവനങ്ങളിലും വ്യത്യസ്ത വലിയ ശുശ്രൂഷ കേന്ദ്രങ്ങളിലും രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി, ഒറ്റപ്പെട്ടും വേദനിച്ചും കഴിയുന്നവർക്ക് വേണ്ടിയാണ്. അവരെല്ലാം ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ അസ്വസ്ഥതകൾ സമർപ്പിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഈശോയേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവ പിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ ഞങ്ങളിൽ, കരുണയായിരിക്കേണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സൽക്രിയ. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ രോഗി സന്ദർശനവും ഉചിതം. സുകൃത ജപം. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.